നമസ്കാരം. കൊല്ലം ബീച്ചിന്റെ പരമ്പര മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ വാട്സപ്പ് കൂട്ടായ്മ തുറന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ കൂട്ടിപ്പോകുന്നു. നമുക്ക് പോകാം. ഇനി അടുത്ത വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് കണക്ക് എന്താർക്ക് വിഷമമുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ആ ഗ്രൂപ്പിൽ ഇടുക, അല്ലെങ്കിൽ വിനോയുടെ നമ്പറിൽ വിളിക്കുക. ഇപ്പം ഇത്രയും വർഷം കൊണ്ട് നമ്മളെ കൂടെ ഇന്ന് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ രാഷ്ട്രീയമോ ജാതിഭേദമോ ഒന്നും ഇല്ലാതെ ആ വിളിപ്പുറത്ത് എത്തുന്നതാണ്. അപ്പം നമുക്ക് എന്ത് കാര്യം തുറന്ന് പറയാം. ഇപ്പം മേയറടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ വിനോദത്ത് അത്ര രീതിയിലാണ് നമ്മുടെ മുമ്പിൽ സംസാരിച്ചത്. കാരണം വന്നിരുന്നാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ വിനോദം കണ്ട് നമ്മുടെ കാരണം നമുക്കതിനകത്ത് കയറുമ്പോൾ തന്നെ പേടിയായിരുന്നു അവരെ എടുത്തിച്ചാട്ടി നമ്മുടെ അടുത്ത് എങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ സൗമ്യമായിട്ടുള്ള രീതിയിൽ തന്നെ കാര്യം സംസാരിച്ചു. പിന്നെ കുതിരക്കാലത്ത് മാത്രമേ ഉള്ളൂ ആ എമൗണ്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്, അല്ലേ? അല്ലാതെ വേറെ ഒന്നും. കാരണം അത്ര ബഹുമാനത്തോടെ ഇപ്പം സംസാരിച്ചാൽ നമ്മുടെ കാരണം ഇനിയുള്ള ആ ബഹുമാനം കളയരുതെന്ന് പറയുന്നത് ഇനി തമ്മിത്താൻ തല്ലുണ്ടാക്കരുത്. ഒരു കച്ചവടക്കാരി അവിടെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അടി ഉണ്ടാകുന്നത്. അത് വരാതിരിക്കണമെങ്കിൽ ഈ കൂട്ടായ്മയിലായിരിക്കണം ശക്തമായിട്ട് ഇടപെടാനായിട്ട്. അവരിത് തുടച്ചു മാറ്റുമെന്നും പുറത്തുള്ളവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ലെന്നും വാളായി കിടക്കുന്ന വസ്തുക്കൾ കടയുടെ പേര് പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്ന മറ്റ് പെട്ടി ഉയർന്ന പാഴ് സാധനങ്ങളും ഇവിടുന്ന് നീക്കം ചെയ്യും എന്ന്, പൊതുസ്ഥലത്ത് ഗ്യാസുകൾ ഉപയോഗിക്കത്തില്ലെന്നും ഉള്ള യോഗമാണ് ഇന്നലെ ഏറ്റവും മികച്ച യോഗം. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ പണ്ട് കാലം മുതൽ തന്നെ വഴിയോര കച്ചവടം എന്ന പ്രത്യേകതയില്ലാതെ, അല്ലെങ്കിൽ ബീച്ചിൻ്റെ ഓരങ്ങളിൽ നമ്മൾ പണ്ട് മുതലേ ഇവിടെ നമ്മൾ കച്ചവടം നടത്തുന്നവർ തന്നെയാണ്. അപ്പം ഓരോ ദിവസം പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കാണ് ഇവർക്ക് വിഷയങ്ങൾ വരുന്നതും. നമ്മൾ ചെറിയ കച്ചവടക്കാർക്ക് കോർപ്പറേഷൻ ജോലി തരാമെങ്കിൽ നമ്മൾ കച്ചവടം നിർത്തി പോകാം. അല്ലെങ്കിൽ പ്രതിമാസം നമ്മൾ നേരത്തെ പറഞ്ഞു 25,000 രൂപ കോർപ്പറേഷൻ തരാമെങ്കിൽ ഇവിടെ ആരും കച്ചവടത്തിന് വരത്തില്ല. അപ്പോൾ നമ്മളുടെയൊക്കെ ഉപജീവന മാർഗമാണ് ഇത്. ഇവിടെയുള്ള ആരും കോടികളൊന്നും സമ്പാദിക്കുന്നവരല്ല, എല്ലാവരും അവരവരുടെ ഉപജീവന മാർഗം നടത്തുന്നത്. അതുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ ബീച്ചിൽ നിന്നുള്ള സുനിതയെ അതിൻ്റെ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. സുനിത ഇച്ചിരി കാര്യങ്ങൾ എഴുതാനും കറക്റ്റായിട്ട് തീരുമാനങ്ങളും പറയാനുള്ള ഒരാളാണ്. ഇന്ന് സുനിതയാണ്. അതിനകത്ത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, ഒരു സംഘടനാ പാഠവുമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും പരിചയപ്പെടുന്നെങ്കിലും ഏതൊരു സമരത്തിനും ഏതൊരു വിഷയത്തിനും നേതൃനിരയിൽ ഒരു 3-4-5 പേര് വേണം ലൈവായിട്ട് നിൽക്കാൻ. അതിൽ നിങ്ങളൊരാളെ തന്നെ സുനിതയെ എടുത്തു. നമ്മളെ സേവിയർ ഉണ്ടായിരുന്നു, ജസ്മിൻ ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒത്തൊരുമയോടെ നിന്നാൽ ഞങ്ങൾ കൂടെ ഉണ്ട് ഉറപ്പായിട്ടും. നമ്മൾ അപ്പുറത്തെ വീട്ടിലുള്ളവൻ എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കണം. നമ്മൾ ഇവിടെയുള്ള കച്ചവടക്കാരെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ബീച്ച് കൊല്ലം കോർപ്പറേഷൻ വിറ്റിരിക്കുക. അതാണ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു CPM-ൻ്റെ കൗൺസിലർ വന്ന് ഞങ്ങളടുത്ത് എന്തോ ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്താ വേറെ പണിയില്ലേ ബീച്ചിൽ, അതിപ്പോൾ ബീച്ച് എടുത്തുകൊണ്ട് പോകാൻ പോയല്ലേ, ഇനി നിങ്ങളെന്തിനാ നിൽക്കുന്നതെന്ന് ഒരു ഇവിടുത്തെ ഒരു പ്രമുഖ ഒരു കൗൺസിലർ വ്യക്തി വന്ന് ഞങ്ങളടുത്തല്ലേ. നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ഈ ബീച്ചിൽ കച്ചവടം ചെയ്യുന്നവളോട് നമുക്ക് രാഷ്ട്രീയമില്ല. ഇതിലെല്ലാവരും ഉണ്ട്. ഇത് നമ്മൾ ബീച്ച് ചെറുകിട സംരക്ഷണ സമിതി എന്നാണ് നമ്മൾ ഇതിന് നേരത്തെയും പേരിട്ടിരിക്കുന്നത്, ഇപ്പോഴും പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേരെയൊക്കെ എനിക്ക് അറിയാവുന്ന, നേരിട്ട് കാണുന്നവരെയൊക്കെ. പിന്നെ പുതിയ കുറച്ച് ആളുകളുണ്ട്, അവരും അവരുടേതായ കച്ചവട ഉപജീവന മാർഗത്തിന് വേണ്ടി വരുന്നത്. അതുകൊണ്ട് ആരെയും തെള്ളിക്കളയാതെ എല്ലാവരെയും ഒത്തുചേർത്ത് സുനിതയെടുത്തിൻ്റെ ലിസ്റ്റുണ്ട്. നമ്മൾ വാട്സപ്പിൽ ഇപ്പോൾ എത്ര പേര് ചേർത്ത്? 25 പേരായി. ബാക്കിയുള്ളവരെ ഇന്ന് ചേർത്ത് നിങ്ങൾ നമ്മളോടൊപ്പം വന്നാൽ, നമ്മൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഇപ്പം നമ്മൾ ഒരു ദിവസം വന്ന് എളുപ്പം ഇന്നൊരു വിഷയം ഉണ്ടായി വന്നതല്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ബീച്ചിൽ ലൈവായി ആരടുത്തൊന്നും ഒരു പൈസ മേടിക്കാതെ പൊതുപ്രവർത്തനം നടത്തുന്നതാണ് ഞാനും